ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വർഷയും അതുപോലെ തന്നെ ശിവയും കൂടി സംസാരിക്കുന്നതാണ് കേട്ടോ നമ്മൾ കണ്ടത്. കാരണം വർഷ പറയുന്നുണ്ട് ശിവയോട്, നിങ്ങൾക്കൊക്കെ അച്ഛൻ എന്ന് പറയാനെങ്കിലും ഒരു ഓർമ്മയും എന്തെങ്കിലും ഒരു രൂപമൊക്കെ ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാളെ ഇല്ല. അങ്ങനെ എനിക്കൊരു രൂപം വേണം. ഞാൻ ഒന്നും അവകാശപ്പെടാനല്ല, എനിക്ക് അയാളെ ഒന്ന് കാണണം, അറിയണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ രാഘവൻ നിന്നോട് വെറുതെ പറഞ്ഞതായിരിക്കും വർഷ. ആയിക്കോട്ടെ, ആണെങ്കിലും അല്ലെങ്കിലും അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിയണം ശിവ. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ എൻ്റെ പ്രയത്നം. എനിക്ക് അയാളെ കാണണം, സംസാരിക്കണം എന്നൊക്കെ വാശി പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ വർഷ. അതിനുശേഷം തന്നെ വീണ്ടും മല്ലികയ്ക്കാണെങ്കിലോ ഈ വർഷയുടെ ജാതകത്തിൽ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഉണ്ടോ എന്ന് അറിയില്ല, പക്ഷേ ആ ഒരു കാരണം കൊണ്ടാണാവോ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത് വിവാഹത്തിലേക്ക് അടുക്കുന്ന സമയത്ത്. അങ്ങനെ ആ ഒരു ജാതകത്തിൽ, അതായത് ജനന തീയതിയും അതുപോലെ തന്നെ അവളുടെ നാളും കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു നമ്പർ ഇട്ട് നോക്കുക കേട്ടോ മല്ലികാക്ക ചെയ്യുന്നത്. കാരണം വർഷപാപ്പ എന്ത് ചെയ്യാണ്, ഞാൻ ഫുഡ് ഉണ്ടാക്കുകയാണെന്ന് പറയുന്നു. ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിലൊരു കോവിലുണ്ട്, വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കോവിലാണ്. അവിടെയാണെങ്കിലോ ഇങ്ങനെ വിവാഹം കഴിക്കാൻ പോകുന്ന ഇപ്പോൾ ചെക്കനും പെണ്ണും കൂടി പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം നല്ല സുഖമായിട്ട് നടക്കും. അതിന് വേണ്ടിയിട്ട് വർഷപാപ്പയുടെ ജാതകം എനിക്ക് വേണമെന്ന് പറയുന്നുണ്ട്. അതെന്തിനാക്ക ഈ ജാതകമൊക്കെ എന്ന് പറയുന്നു. അല്ല, അങ്ങനെ അത് പറഞ്ഞു കൊടുത്ത് പൂജ ചെയ്യുമ്പോഴാണ് അതിന് ഫലം ഉണ്ടാവുള്ളൂ എന്ന് അവിടുത്തെ തിരുമേനി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് വർഷ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ നാളും ജനന തീയതിയൊന്നും അത്ര വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ അമ്മ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്ക് തന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് അമ്മ എണീറ്റത്. അതൊരു ആദിവാസികളുടെ കോളനിയിലായിരുന്നു തോന്നുന്നു അമ്മ അങ്ങനെ പ്രസവിച്ചത് തന്നെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് വിവാഹത്തിന് വേണ്ടി നോക്കിച്ച ജാതകം അത് ധനവാൻ അങ്കിൾ ഒരു അതായത് ഏകദേശ സമയം വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതെയോ എന്ന് പറയുന്നു. എന്നാലും എന്തെങ്കിലും അറിയാനൊരു വഴി, എനിക്കറിയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, വേറൊന്നും എനിക്കറിയില്ല അക്ക എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ വരം വേഗം ചെന്ന് വസുന്ധരയോട് പറയുന്നുണ്ട്. ആ സമയത്ത് വസുന്ധര പറയുന്നുണ്ട്, ഏതൊക്കെ ധനം എന്നോട് പറഞ്ഞതാണ് വർഷയുടെ ജാതകം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത്. പക്ഷേ അപ്പോൾ യഥാർത്ഥ സമയം തീയതിയും നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ജാതകത്തിൽ ദോഷമല്ലേ ഉണ്ടാവുക എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് തന്നെയാണ് മല്ലിക, എനിക്ക് പേടി, എനിക്ക് ആകെ ടെൻഷനുണ്ട്. എന്തായാലും മാഡം പയ്യൻ നമ്മുടേതല്ലേ, അപ്പോൾ നമ്മൾ കുറച്ച് കരുതലെടുക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് തന്നെയാണ് വേണ്ടത്, ഞാൻ നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ തന്നെ വസുന്ധര പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രാഘവനാണെങ്കിൽ ഒരു സ്വാമിയുടെ വേഷത്തിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൈയൊക്കെ തല്ലി ഓടിച്ചിട്ടുണ്ടല്ലോ ശ്രീനാഥും കൃഷ്ണൻ കൂടിയും ചേർന്നിട്ട്. അങ്ങനെ ചെന്നിട്ട് മല്ലികയെ വിളിക്കുന്നുണ്ട് കേട്ടോ. ആ പിച്ചക്കാരൻ ഇന്നിവിടെ ഒന്നുമില്ല, പിന്നെ ഒരു ദിവസം വരാനായിട്ട് പറയുന്നു. ഞാൻ പിച്ചക്കാരനൊന്നും അല്ല മല്ലി, എന്നെ ഒന്ന് നോക്കുമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കിത് എന്ത് പറ്റി? എല്ലാവരും കൂടി ഇങ്ങനെ ഒരു അവസ്ഥയിൽ തന്നെ ആക്കിയില്ലേ, എവിടെ കൊച്ചമ്മ എവിടെയെന്ന് ചോദിക്കുന്നു. അങ്ങനെ മാഡം ഇതാ വിളിക്കുന്നുണ്ട് ഇയാളെന്ന് പറയുന്നു. തന്നോട്ട് ഇവിടെ കയറണ്ടെന്നല്ലേടോ പറഞ്ഞത്, പിന്നെ എന്തിനാ വലിഞ്ഞു കയറി വീണ്ടും വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷയുമായിട്ടുള്ള നിങ്ങളുടെ മകൻ്റെ വിവാഹം വേണ്ടെന്ന് വെക്കുമെന്ന് പറയുന്നു. വർഷയെക്കുറിച്ച് ഞങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. താൻ ഇനി ഒരു കപടത്തരം ഇവിടെ പറയാനായിട്ട് നിൽക്കണം. കൊച്ചമ്മ ഒന്ന് മനസ്സിലാക്കണം, ഈ കാര്യം അറിഞ്ഞാൽ കൊച്ചമ്മ തന്നെ ഈ ഒരു വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്ന് പറയുന്നു. വർഷയുടെ കാര്യമാണെന്ന് പറയുന്നു. എനിക്കൊന്നും കേൾക്കേണ്ട, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് പറയുന്നു. വർഷയുടെ അച്ഛനാരാണെന്ന് ഞാൻ പറയാമെന്ന് പറയുന്നു. എനിക്ക് കേൾക്കുക വേണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ വസുന്ധര ഇപ്പോൾ അത് അറിയേണ്ട ടൈം അല്ല എന്നാണ് തോന്നുന്നത്. കാരണം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ എന്തായാലും സ്നേഹിക്കുന്നുള്ള കാര്യം നമുക്കറിയാലോ. അതിനുശേഷം തന്നെ വീണ്ടും ഇറങ്ങിപ്പോകാനായിട്ട് പറയുന്നു കേട്ടോ. അങ്ങനെ വീണ്ടും വർഷമോളെ എന്ന് പറഞ്ഞിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ശിവ വാതിൽ തുറക്കുന്നു. ആള് ധാരപ്പോൾ വന്നിരിക്കുന്നത് സ്വാമിനിയായെന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയല്ലേ സ്വാമി ആവുന്നത്, എല്ലാവരും കൂടി എനിക്കിട്ട് പണി തന്നില്ലേ, ഇനിയിപ്പോൾ ഈ ആത്മീയ വഴിയിലൂടെ സഞ്ചരിക്കാമെന്ന് പറയുന്നു. ഞാൻ എൻ്റെ മകളെ ഒന്ന് കാണാനായിട്ട് വന്നതാണ്, എൻ്റെ മകളെ ഒന്ന് വിളിക്കാനായിട്ട് പറയുന്നു കേട്ടോ. വർഷേ നീ എവിടെയെന്ന് ചോദിക്കുന്നു. ഞാൻ കുറച്ച് പണിയിലാണ്. പണിയൊക്കെ അവിടെ നിൽക്കട്ടെ, നീ കാണാൻ ആഗ്രഹിച്ച ഒരാൾ ഇവിടെ കൺമുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്, വേഗം വായോ എന്ന് പറയുന്നു. അങ്ങനെ വർഷ രാഘവനെ കാണുമ്പോൾ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കണം കേട്ടോ. എന്താണോ ഈ വേഷം കെട്ടി വന്നിരിക്കുന്നത് മോളെ, ഇനി ഞാൻ ഒന്നിനുമില്ല, ഇങ്ങനത്തെ ഒരു ആത്മീയ വഴിയിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, താൻ അന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ? എൻ്റെ അച്ഛനെ കുറിച്ച് തനിക്ക് അറിയാമെന്ന് പറഞ്ഞില്ലേ, അത് സത്യമാണെന്ന് പറയുന്നു. സത്യമല്ലാതെ ഞാൻ ഇനി ഒന്നും പറയില്ല മോളെ, അത് സത്യം തന്നെയുള്ള കാര്യമാണ്. നിൻ്റെ അച്ഛനെ എനിക്കറിയാമെന്ന് പറയുന്നു. പക്ഷേ അത് പറയണമെങ്കിൽ നീ എനിക്ക് എന്തെങ്കിലും പ്രതിഫലം തരണം. പൈസയാണോ വേണ്ടത്? പൈസ എനിക്ക് വേണ്ട, പക്ഷേ ഞാനൊരു ഉടമ്പടി പറയും, അതിന് നീ തയ്യാറാവണമെന്ന് പറയുന്നു. എന്താണെന്ന് ചോദിക്കുന്നു. ചന്ദ്രബോസിനെ നീ വിവാഹം കഴിക്കണമെന്ന് പറയുന്നു. അത് നടക്കില്ല എന്ന് പറയുന്നുണ്ട്. താൻ എത്ര വിചാരിച്ചാലും ചന്ദ്രദാസുമായിട്ടുള്ള എൻ്റെ കല്യാണം നടക്കില്ല, മര്യാദയ്ക്ക് ഇറങ്ങി പോകാനായിട്ട് പറയുന്നു കേട്ടോ. അല്ല മോളെ, സത്യമായിട്ടും പറയണമെങ്കിൽ അത് സംഭവിച്ചേ പറ്റുള്ളൂ എന്ന് നീർത്ത് പറയുന്നു കേട്ടോ.
അപ്പോഴത്തേനും വർഷയ്ക്ക് ദേഷ്യം വന്നിട്ട് രാഘവനെ അവിടെ നിന്ന് അടിച്ചാർത്തി വിടുന്നു കേട്ടോ. അതിനുശേഷം തന്നെ അപ്പോൾ വിവേക് വരുന്നുണ്ട്. എന്ത് പറ്റി, ആ രാഘവൻ വീണ്ടും വന്നല്ലേ എന്ന് പറയുന്നു. ആ പക്ഷേ തൻ്റെ അച്ഛനെ അറിയാമെന്നുള്ളതല്ലേ അയാൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, അത് ഞാനൊന്ന് ചോദിച്ചു. പക്ഷേ അയാളാണെങ്കിലോ എൻ്റെ അച്ഛനെ പറഞ്ഞു തരണമെങ്കിൽ അയാളുടെ ചന്ദ്രദാസുമായിട്ടുള്ള എൻ്റെ കല്യാണം കഴിപ്പിക്കണമെന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ താൻ എന്തിനാ അയാളെ ഇറക്കി വിട്ടത്? അപ്പോൾ വിവേക് എന്താ വിചാരിച്ചത്, ഞാൻ ആ ചന്ദ്രദാസിനെ വിവാഹം കഴിക്കണമെന്നാണോ? എന്നല്ല, പക്ഷേ ഒരു മയത്തിൽ വേണ്ടിയിട്ട് വേണ്ടേ അത് പറയാനായിട്ട്. കാരണം അയാളെ അടുത്തുനിന്ന് എന്തെങ്കിലും കാര്യം നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിലോ, ഇങ്ങനെ എടുത്തടിച്ച പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഇനി അത് പറയുമെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്താണ് വേണ്ടത്? താൻ പോട്ടെ, പക്ഷേ അയാളെ കണ്ടുപിടിച്ച് ആ സത്യങ്ങൾ അറിയിപ്പിക്കാം. തൻ്റെ അച്ഛൻ ആരാണെന്നുള്ളത് ഞങ്ങൾ കണ്ടുപിടിച്ച് തരാമെന്ന് വിവേക് വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ വർഷയ്ക്ക്. അതിനുശേഷം തന്നെ വിവേകും ശ്രീനാഥും കൂടി അയാളെ തിരഞ്ഞുകൊണ്ട് പോവാണ്. ആ സമയത്ത് എന്താ ശ്രീനാഥ് ഇങ്ങനെ ആലോചിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ വർഷയുടെ കാര്യത്തിൽ ആലോചിച്ചതാണെന്ന് പറയുന്നു. നമ്മൾ വിചാരിക്കാത്തതാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നു കേട്ടോ വിവേക്. ആ സമയത്ത് ശ്രീനാഥ് മനസ്സിൽ ചിന്തിക്കുന്നത് നമ്മൾ ആഗ്രഹിച്ചൊന്നും നമുക്ക് കിട്ടില്ലല്ലോ എന്ന്. അത് വർഷയെക്കുറിച്ച് തന്നെയാണ്. അങ്ങനെ തിരഞ്ഞുകൊണ്ട് നടക്കുന്ന സമയത്ത് അങ്ങനെ രാഘവനെ കാണുന്നു കേട്ടോ. അപ്പോൾ ഒരാളുടെ കൈ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ ഭാവിയും ഭൂതവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ശ്രീനാഥും വിവേകും കൂടി അങ്ങോട്ട് കയറി വരുന്നു കേട്ടോ. ആ സമയത്ത് തൻ്റെ സമയമല്ല ഇപ്പം മോശം, ഇപ്പം എൻ്റെ സമയമാണ് മോശം തോന്നുന്നു, അതാ കാലന്മാർ എഴുന്നള്ളുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും അവരെ കാണുമ്പോൾ പെട്ടെന്ന് ഓടാനായിട്ട് ശ്രമിക്കുന്നത് നിൽക്കവിടെ എന്ന് ശ്രീനാഥ് പറയുന്നുണ്ട്. എന്നെ വീണ്ടും തല്ലാനാണോ? അങ്ങനെയൊന്നുമല്ല, എന്തായാലും തനിക്ക് വർഷയുടെ അച്ഛൻ്റെ സ്ഥാനമല്ലേ, അങ്ങനെ തല്ലി ഓടിക്കാനൊക്കെ പറ്റുമോ? എന്തായാലും തന്നോട് കുറച്ച് കാര്യങ്ങൾ അറിയണം എന്ന് പറയുന്നുണ്ട്. എന്ത് കാര്യമാണ്? ഇനിയിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്നോട് എന്ത് പറയാനാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് വല്ലതും വാങ്ങിച്ചു തന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ഞാൻ സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. എന്താ എനിക്ക് കുറച്ച് മദ്യം വാങ്ങിച്ചു തരണം എന്ന രീതിയിൽ പറയുന്നു. ആ സമയത്ത് അതെന്തായാലും വാങ്ങിച്ചു തരാം, വായോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അയാളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം തന്നെ അയാൾക്ക് വയറ് നിറച്ച് മദ്യം വാങ്ങിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് വിവേക് പറയുന്നുണ്ട്, ഇയാളുടെ ഉള്ളിൽ വല്ലതും കാണുമോ? ഒന്നും കാണും തോന്നില്ല, ഇതുപോലെയല്ലേ കുടിക്കുന്നത് എന്ന് ശ്രീനാഥും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേനും ഞങ്ങൾക്ക് ഒരു വ്രതമാണെന്ന് പറയുന്നു കേട്ടോ. വ്രതമോ? നിങ്ങളെല്ലാവരും ശബരിമലയ്ക്ക് പോവുകയാണോ ഇപ്പം? ചെറിയൊരു വ്രതമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെ, മുഴുവനും ഞാൻ തന്നെ കുടിച്ച് തീർക്കാം. അങ്ങനെ വെള്ളം ഒഴിക്കാണ്ടൊക്കെ അയാൾ നന്നായിട്ട് കുടിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അയാളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ഉദ്ദേശിച്ചാണ് കേട്ടോ വിവേകും ശ്രീനാഥും നടക്കുന്നത്. അതിനുശേഷം തന്നെ അയാൾ പറയുന്നുണ്ട്, എനിക്ക് നല്ല വിഷമമുണ്ട്. എൻ്റെ വിഷമം വേറെ ആരെയും കുറിച്ചല്ല, എൻ്റെ വർഷമോളെ കുറിച്ചാണ്. അവളെക്കുറിച്ച് എപ്പോഴും എനിക്ക് വിഷമം മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റെ മോളെ കാണണം, എപ്പോഴും അവളോട് സംസാരിക്കണം, അവളുടെ ജീവിതം സേഫ് ആക്കണം എന്ന രീതിയിൽ പറയുന്നു. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഹരികൃഷ്ണൻ പോലെയുണ്ടെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വീണ്ടും രാഘവനെ കൊണ്ട് എങ്ങനെയെങ്കിലും ആ സത്യം പറയിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് വിവേകും നമ്മുടെ ശ്രീനാഥും. എന്തായാലും വാവിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. എന്തായാലും നോക്കാം നെക്സ്റ്റ് എപ്പിസോഡിൽ എന്താ വരാനായിട്ട് പോകുന്നത് കേട്ടോ.